ഇപ്പോൾ ജോൺ മുണ്ടക്കയം സോളാർ സമരം ഒത്തുതീർപ്പാക്കി എന്ന് പറയുന്ന വിവാദം, അത് സംബന്ധിച്ച് ബ്രിട്ടാസുമായി നടത്തിയ സംഭാഷണം, അക്കാര്യം തെളിയിക്കേണ്ടത് ജോൺ മുണ്ടക്കയത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. അതേപോലെ അത്തരത്തിലൊരു സംഭാഷണം നടന്നിട്ടില്ല എന്ന് ബ്രിട്ടാസ് പറഞ്ഞിട്ടുണ്ട്. അത് തെളിയിക്കേണ്ടത് ബ്രിട്ടാസിൻ്റെയും ബാധ്യതയാണ്. ഞാൻ ഈ വിഷയത്തെ കാണുന്നത് ഏതാണ്ട് 10-12 വർഷം മുമ്പ് നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവത്തെ സംബന്ധിച്ച് നമുക്കതൊന്ന് റീവിസിറ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിരിക്കുന്നു എന്ന നിലയ്ക്കാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെയാണ് ഈ പറയുന്ന ഏറ്റവും ശക്തമായ സമരം 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഒരുപക്ഷെ LDF നടത്തിയിട്ടുള്ള CPM നടത്തിയിട്ടുള്ള ഏറ്റവും ശക്തമായ സമരമായിരുന്നു സെക്രട്ടേറിയറ്റ് ഉപരോധം എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അന്ന് ഈ സമരം വളരെ പ്രധാനപ്പെട്ടൊരു സമരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ദൃശ്യമാധ്യമങ്ങളും അത് കവർ ചെയ്യുന്നതിന് വേണ്ടി വലിയ സന്നാഹമാണ് ഒരുക്കിയത്. ഇപ്പം ഞാനന്ന് മാതൃഭൂമി ചാനലാണുള്ളത്. എനിക്കിപ്പം നല്ല ഓർമ്മയുണ്ട്. 8-10 ക്യാമറകൾ സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും വിന്യസിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും തത്സമയം സംപ്രേഷണം ചെയ്യാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അന്ന് എല്ലാ ചാനലുകളും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണത്? ആ സമരം കേരളം വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. കാരണം സോളാർ വിഷയം ആ രീതിയിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് LDF ഇത്ര ശക്തമായൊരു സമരപരിപാടി ആസൂത്രണം ചെയ്യുന്നത്. അവിടെ ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ LDF ഒരു സമരം ആസൂത്രണം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ CPM ഒരു സമരം ആസൂത്രണം ചെയ്യുമ്പോൾ, ഇപ്പോൾ 2-3 ദിവസത്തേക്ക് ആ സമരം എങ്ങനെ കൊണ്ടുപോകണമെന്നതിനെ സംബന്ധിച്ച് മിനിറ്റ് ഡീറ്റെയിൽ വർക്ക് ചെയ്യുന്നൊരു പാർട്ടി തന്നെയാണ് CPM. ഇപ്പോൾ അവിടെ വരുന്ന ആളുകൾക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സ്ഥലമില്ല, അല്ലെങ്കിൽ അത് എപ്പോഴെങ്കിലും അക്രമാസക്തമാകും. ഇനിയൊരു സമരം അക്രമാസക്തമാകും എന്ന് വിചാരിച്ചിട്ട് പിന്നോട്ട് പോകുന്നൊരു പാർട്ടിയുമല്ല CPM. ഇപ്പോൾ മനുഷ്യച്ചങ്ങല പോലെയൊക്കെയുള്ള വളരെ ഗംഭീരമായ സമരങ്ങൾ നല്ല ഗംഭീരമായി ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടുള്ള അതിനകത്ത് പ്രാവീണ്യവും കഴിവുമുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. അപ്പോൾ ഈ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സ്ഥലമുണ്ടാകില്ലേ, അല്ലെങ്കിൽ വലിയൊരു അക്രമ സ്വഭാവത്തിലേക്ക് ഈ സമരം മാറിപ്പോവുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ആശങ്കപ്പെട്ട് ഒരു സമരം എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കി കളയാമെന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിയായി ഞാൻ CPM-നെ കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ രീതിയിലാണ് ആ സമരം പിൻവലിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സമ്മർദ്ദമാണ് CPM അക്കാലത്ത് അനുഭവിച്ചത് എന്നൊക്കെ വിലയിരുത്തുന്നത് തീർത്തും പ്രാഥമികമായി പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ CPM ഒരു സമ്മർദ്ദത്തിൽ പെട്ടിരുന്നു എന്ന കാര്യം വസ്തുതയാണ്. അതേപോലെ തന്നെ കോൺഗ്രസിൽ A ഗ്രൂപ്പും ഒരു സമ്മർദ്ദത്തിൽ പെട്ടിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ആ രാഷ്ട്രീയമാണ് ഞാനിവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ, സോളാർ കേസിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നാണ്. എന്താണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് അങ്ങനെ ഒരു വലിയ വിവാദം പൊട്ടിപ്പുറപ്പെടാൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നത്? ഉമ്മൻചാണ്ടിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ നീക്കം കോൺഗ്രസിനുള്ളിൽ നടന്നിരുന്നു. അന്ന് അവർക്ക് കിട്ടിയ ഏറ്റവും നല്ല ആയുധമായിരുന്നു അതേ I ഗ്രൂപ്പ് തന്നെയാണ്. ആ I ഗ്രൂപ്പിന് കിട്ടിയ ഏറ്റവും നല്ല ആയുധമായിരുന്നു ഈ സോളാർ കേസ് എന്ന് പറയുന്നത്. എപ്പോഴും കോൺഗ്രസിൽ നേതൃമാറ്റം സംഭവിച്ചിട്ടുള്ളത് കൂപ്പിലൂടെയാണ്. ഇപ്പം ISRO സംഭവത്തിലൂടെയാണ് കരുണാകരനെ നേതൃത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത്. പിന്നീട് AK ആന്റണിയെ പുറത്താക്കുന്നത് ഘടകകക്ഷികളെ അടക്കം പിടിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി നടത്തുന്ന ഒരു മൂവ്മെൻ്റെ ഭാഗമായിട്ടാണ്. അതേപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടിയെ പുറത്താക്കാൻ നല്ലൊരു അവസരം കൈവന്നിരിക്കുന്നു എന്ന് I ഗ്രൂപ്പ് മനസ്സിലാക്കുന്നു. അവിടെയാണ് ഈ സോളാർ ആയുധമായി വരുന്നത്. ഞാൻ കാര്യം പറഞ്ഞുതരാം. 2011 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കേവലം ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്നു. അന്ന് വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ആ മന്ത്രിസഭയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നയാളാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല ഹരിപ്പാട് KPCC അധ്യക്ഷനായിരുന്നുകൊണ്ട് മത്സരിക്കുന്നുണ്ട്. ആ മത്സരിക്കുന്നത് വെറുതെ MLA ആയിട്ടിരിക്കാനല്ലല്ലോ. നിശ്ചയമായും അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു വന്നാൽ മന്ത്രിസഭയിൽ ഒരു ഉന്നതമായ പദവി അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അവിടെ മാത്രം തീരുന്നില്ല. രമേശ് ചെന്നിത്തല മറ്റൊരു കാര്യം കൂടി മനസ്സിലാലോചിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ പാർലമെന്ററി പാർട്ടിയിൽ തൻ്റെ ഗ്രൂപ്പിനാണ് ആധിപത്യം കിട്ടുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുമാകാം. ആ അർത്ഥത്തിലാണ് രമേശ് ചെന്നിത്തല 2011 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നമ്മൾ ആ വിഷ്വൽസ് ഓർമ്മയുണ്ടാവുമല്ലോ. ഹരിപ്പാട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാന നിമിഷം വരെ രമേശ് ചെന്നിത്തല വലിയ ടെൻഷനിലായിരുന്നു. അവസാനം 5520 വോട്ടിന് രമേശ് ചെന്നിത്തല ജയിച്ചു വരികയാണ്. അന്ന് രമേശ് ചെന്നിത്തലയെ ഹരിപ്പാട് തോൽപ്പിക്കാൻ ഒരു വലിയ നീക്കം A ഗ്രൂപ്പുകാർ നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ പോരാട്ടം കോൺഗ്രസിൽ നടക്കുന്നു. അതിനുശേഷം ഞാൻ രമേശ് ചെന്നിത്തല ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഈ ചർച്ചകൾ നടക്കുന്ന സമയത്ത്. അന്ന് ആ ഇൻ്റർവ്യൂവിലാണ് രമേശ് ചെന്നിത്തല പറയുന്നത് എന്നെ നായരായി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന്. അന്ന് വലിയ ഖിന്നനായിരുന്നു, വലിയ ദുഃഖിതനായിരുന്നു രമേശ് ചെന്നിത്തല. എന്നെ ഏതാണ്ട് വഴക്ക് പറയുന്നത് പോലെയാണ് രമേശ് ചെന്നിത്തല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നെ അങ്ങനെ ചെറിയ ഒരാളായിട്ട് കാണണ്ട, കാരണം ഞാനാണ് ഈ പറയുന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ പോലൊരാളെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നത്. ആന്ധ്ര മുഖ്യമന്ത്രിയായ കിരൺകുമാർ റെഡ്ഡിയെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നത് ഞാനാണ്. അതേപോലെ തന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ അശോക് ചവാനെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന ഞാനാണ്. എന്നെ നിങ്ങളങ്ങനെ ചെറിയ ആളായിട്ട് കാണണ്ട. അങ്ങനെയൊക്കെയുള്ള വലിയ ക്ഷുഭിതനായ വിവാദ പ്രസ്താവനകൾ നടത്തിയ ഒരു അഭിമുഖമായിരുന്നു അത്. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ? 2ാമത്തെ ദിവസം KPCC ഓഫീസിൽ വിളിച്ചു വരുത്തി വാർത്താലേഖകരോട് പറഞ്ഞു ഈ മന്ത്രിസഭയിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞു രമേശ് ചെന്നിത്തല. ഒറ്റ വാക്കാണ് പറഞ്ഞത്, ഒറ്റ വരിയാണ് പറഞ്ഞത്. അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലായിരുന്നു. അങ്ങനെ ഒരു മന്ത്രിസഭ ഉണ്ടാകുന്നു. ആ മന്ത്രിസഭയ്ക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ കോൺഗ്രസിൽ എപ്പോഴും
ശക്തമായിരുന്നു. ആ സമയത്താണ് ഈ സോളാർ കേസ് വരുന്നത്. അവിടെ എങ്ങനെയാണ് ഉമ്മൻചാണ്ടി നോക്കൂ, ഉമ്മൻചാണ്ടിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ച് എന്തെല്ലാം സംഭവങ്ങളുണ്ടായി. ടെനി ജോപ്പൻ്റെ അറസ്റ്റ് നടക്കുന്നു, ജിക്കുമോന് പുറത്തേക്ക് പോകേണ്ടി വന്നു, മല്ലേലി ശ്രീധരന്മാരുടെ അഭിമുഖം വരുന്നു. ആ അഭിമുഖത്തിലൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായും ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ള ആ വലിയ വാർത്ത പ്രചരിക്കുന്നു. അതോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഉമ്മൻചാണ്ടി പോവുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം വരും. ഈ ഉപരോധ സമരം ശക്തമായി നടക്കുകയും അത് അക്രമാസക്തമാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിക്ക് രാജിവെക്കേണ്ടി വരും. അങ്ങനെ രാജിവെച്ചാൽ പിന്നെ അവിടെ കോൺഗ്രസ് പിന്നെ സ്വാഭാവികമായിട്ടും നേതൃത്വത്തിലേക്ക് വരിക ഐ ഗ്രൂപ്പ് ആയിരിക്കും. അങ്ങനെ ഒരു വലിയ ഒരു സംഘർഷം കോൺഗ്രസ് പാർട്ടിക്കകത്ത് അക്കാലത്ത് നടന്നിരുന്നു. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളവും എ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളവും ഈ സമരം ആ രീതിയിൽ അക്രമാസക്തമായ ഒരു രാജ്യസാധ്യതയിലേക്ക് പോകാതിരിക്കുക, അവിടെ ഒരു ഒത്തുതീർപ്പ് എങ്ങനെയും ഉണ്ടാക്കുക എന്നൊരു ആവശ്യമുണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പറേറ്ററായിട്ടാണ് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഈ പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി മറുവശത്ത് എന്താണ് ആവശ്യം? അതാണല്ലോ സമ്മർദ്ദം. നോക്കൂ, 2011 തെരഞ്ഞെടുപ്പിനെ കുറിച്ച് VS അച്യുതാനന്ദനുമായി ഞാൻ അഭിമുഖം നടത്തിയിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ അദ്ദേഹം എന്നോട് മാത്രമല്ല വിവിധ ചാനലുകളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ 2011 തോൽവി എന്ന് പറയുന്നത് വരുത്തി വെച്ചൊരു തോൽവിയാണ്. ഒരു തുടർഭരണം ഉണ്ടാകരുത് എന്ന് പാർട്ടിയിലൊരു വിഭാഗം ആഗ്രഹിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിലും തോറ്റുപോയി. നമ്മളിപ്പോൾ ഒന്ന് പരിശോധിച്ചാൽ ഇപ്പോൾ അഴീക്കോട് KM ഷാജി ജയിച്ച എത്ര വോട്ടിനാണ്? 493 വോട്ടിനാണ്. പിൽക്കാലത്ത് ആഭ്യന്തരമന്ത്രിയായ കോട്ടയത്ത് നിന്ന് VN വാസുവിനെതിരെ മത്സരിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്ര വോട്ടിനാണ് ജയിച്ചത്? 711 വോട്ടിന്. നമ്മുടെ തൊട്ടടുത്ത് പിറവത്ത് TM ജേക്കബ് എത്ര വോട്ടിനാണ് ജയിച്ചത്? 157 വോട്ടിന്. AT ജോർജ് പാറശാലയിൽ ആനാവൂർ നാഗപ്പനെ തോൽപ്പിക്കുന്നത് 481 വോട്ടിനാണ്. ഈ രീതിയിൽ ഒരു 5-6 മണ്ഡലങ്ങളിൽ 400, 500, 600 വോട്ടുകളുടെ വ്യത്യാസത്തിലാണ്. മുനീർ കോഴിക്കോട് സൗത്തിൽ ജയിക്കുന്നത് 1370 വോട്ടിനാണ്. ഈ രീതിയിൽ ഓരോ സ്ഥലം എടുത്ത് നോക്കിയാൽ വേണമെങ്കിൽ 2011 ഒരു തുടർഭരണം ഉണ്ടാകാമായിരുന്നു. അത് CPM ആഗ്രഹിച്ചിട്ടില്ല എന്ന് VS അച്യുതാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഈ പറയുന്ന ഉമ്മൻചാണ്ടി അന്ന് താഴേക്ക് പോകുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി വെറുതെ അങ്ങ് പോകത്തില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകാനുള്ള ഒരു അവസരം ഒരുക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടി പോകില്ല. ഉമ്മൻചാണ്ടി അതിനെ മുക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ചില ഘടകകക്ഷികൾ ഇപ്പുറത്തേക്ക് വരും. അന്ന് MP വീരേന്ദ്രകുമാറുമായിട്ടൊക്കെ VS അച്യുതാനന്ദൻ നല്ല ബന്ധമാണെന്നേ. VSനോടുള്ള MP വീരേന്ദ്രകുമാറിൻ്റെ ബന്ധമാണ് ഒരർത്ഥത്തിൽ പിണറായി വീരേന്ദ്രകുമാറിനെ എതിരാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അന്ന് അവർക്ക് 2 സീറ്റുണ്ട്, വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകും? VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകും. അത് തടയണമായിരുന്നു CPM അത് ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ സാധ്യത കൂടി അവിടെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വിഷയം നമ്മൾ 12 വർഷത്തിന് ശേഷം റീവിസിറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അണ്ടർ കറണ്ടും അണിയറയിൽ നടന്നിട്ടുള്ള നാടകങ്ങളുമാണ്. 2013 വീണ്ടും ഈ പറയുന്ന ഒരു അവസരം വരികയും അങ്ങനെ VS അധികാരത്തിൽ വരികയും ചെയ്താൽ എന്താ സംഭവിക്കാമെന്നറിയാമോ? 2016 സർക്കാർ പിന്നെ തുടരില്ല. സ്വാഭാവികമായിട്ട് ആൻറ്റി ഇൻകമൻസി ഉണ്ടാവും. പിണറായി വിജയന് മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല. പിന്നെ 2021 വരെ കാത്തിരിക്കണം. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ 2 തരം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ അന്ന് സംഭവിച്ചിരുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഒന്ന്, കോൺഗ്രസിലെ എ ഗ്രൂപ്പ് ഒരു പ്രതിസന്ധിയെ നേരിട്ടു, സാഹചര്യം എതിരാകാൻ പോകുന്നു, അങ്ങനെയാണെങ്കിൽ രാജിവെക്കേണ്ടി വരും. അന്ന് മുദ്രാവാക്യം എന്താ? അന്ന് ജുഡീഷ്യൽ അന്വേഷണം അല്ല ഈ ഉപരോധത്തിൻ്റെ മുദ്രാവാക്യം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കുക എന്നുള്ളതാണ് മുദ്രാവാക്യം ഉയർത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ വരികയും ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ പിന്നെ ഈ സർക്കാർ അങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ പിന്നെ ഉമ്മൻചാണ്ടി ഇല്ല. ആ കൂപ്പിൽ ഉമ്മൻചാണ്ടി രാജിവെച്ച് പുറത്തേക്ക് പോവുകയാണെങ്കിൽ പിന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു ഭാവിയില്ല. അതാണ് കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. കരുണാകരന് കിട്ടിയിട്ടില്ല, പിന്നെയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിന്. അപ്പുറത്ത് എന്താ സംഭവിക്കുക? VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത തുറന്നു വരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ചെറിയ ഫിലിപ്പിൻ്റെ വെളിപ്പെടുത്തലുണ്ടല്ലോ. ആ വെളിപ്പെടുത്തലിൽ പ്രധാനപ്പെട്ട വരിയായിട്ട് ഞാൻ കാണുന്നത് അന്ന് LDF VSൻ്റെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉപരോധം എന്നാണ് പറയുന്നത്. അന്ന് അങ്ങനെയാണെങ്കിൽ VSൻ്റെ ലക്ഷ്യം ഇതായിരുന്നു. ആ ലക്ഷ്യത്തെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഔദ്യോഗിക വിഭാഗത്തിലുണ്ടാകുമ്പോൾ ഔദ്യോഗിക വിഭാഗവും സമ്മർദ്ദത്തിലായി. ആ അർത്ഥത്തിൽ 2 രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ 2 വിഭാഗങ്ങൾ അനുഭവിച്ചപ്പോൾ അതൊരു സ്വാഭാവികമായ ഒത്തുതീർപ്പിലേക്ക് പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് അതിൻ്റെ രാഷ്ട്രീയ നാടകം. ജോൺ മുണ്ടക്കയം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നതും ബ്രിട്ടാസ് എതിർക്കുന്നതുമായ കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് ഈ വിഷയത്തെ റീവിസിറ്റ് ചെയ്യുമ്പോൾ അന്ന് നടന്നിരിക്കാവുന്ന രാഷ്ട്രീയ നാടകങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, സ്മൃതി. Meet the editors.